മുജീദത്തും കാറാമത്തും തള്ളുന്നതാ, അതിനുള്ള കഴിവുകളൊക്കെയും നിൽക്കുന്നതാ. തൗഹീദ് പുസ്തകം നോക്കി നീ കാണുന്നതാ, എഴുതേക്ക് അഞ്ചാം പേജ് വിവരിച്ചതാ. ശത്രുക്കളെ ഈദ് കണ്ടേറെ യൂതന്മാരാ ഇത് കേട്ട് സന്തോഷിച്ചു. ആദിത്യനം പൂർണ്ണമായി ശരിയായി മുജാജമാദികളൊക്കെയും ഇതിലേക്കമായി ഓതത്തിലെത്തം അൽമന നോക്കേണ്ടതായ അഞ്ചാം കൊല്ലമേ വിവരിച്ചതാ. കഴിവുകളൊന്നും ഇല്ല മരണശേഷം മകത്തൂക്കളായ പോരുമേ അശേഷം. മൊഴീകത്തില്ല കറാമത്തും അതിനില്ല, അല്ലാഹു അവരെ പരിഗണിക്കുകയില്ല. വിധേയുകൾ അവരൊക്കെ ശിവദിയായ യഥാർത്ഥമി അവരൊക്കെയും പുറാക്കിയ ആത്മാവിനെ കുറിച്ച് അവർക്കറിയില്ല. അറിവിന്റെ സത്യം ഒട്ടുമേ അറിയില്ല. റബ്ബിന്റെ തദ്ബീർ നോക്കി കാണുകയില്ല. മഹത്തൂക്കളെ തള്ളാനി മാതിയും ഇല്ല. ഈ ആലമിന്റെ രഹസ്യവും അറിയില്ല. അറിവില്ല എന്നത് ഇപ്പോഴും അറിയില്ല. ഇവർക്കുള്ള രോഗ ലക്ഷണം അറിയണം. മഹത്തൂക്കളെ ആശ്രമമാണ് കരുതണം. പിന്നുള്ള ഉലമ ഇന്നവർ കളിയാക്കി രണ്ടാമതായി മുൻഗാമിയെ തലവാക്കി. ഇമാമുമാരെ തുച്ഛമായി തള്ളുന്നു. വിലായത്തുള്ളവരെ നിഷേധിക്കുന്നു. അസ്ഹാബുമാരെ പിന്നത തള്ളുന്നു. അവസാനമായി തേടിയെ തരം താഴ്ത്തുന്നു. പിന്നീട് ഖുർആനിനെ തേടിലാക്കി മഹത്താമുള്ളതിനൊക്കെയും ചെറുതാക്കി. അല്ലാഹ് വിശ്വാസം കണ്ടില്ല ഇവരുള്ളത്. സൃഷ്ടികളെ സാധുഷ്യമാണതിലുള്ളത്. സെപ്റ്റംബർ ലക്ഷം അൽമന നോക്കേണ്ടതാ. 88 കൊല്ലമിൽ കാണുന്നതാ. മുൻകാല പാർട്ടിക്കുള്ള തീയവരിലാണ്. ജമാമുജന്റെ പോക്കതും ഇതിലാണ്. മുജ്ഹോയിലെ എല്ലാം നാശമടയും എന്നത് വ്യാഖ്യാനമില്ല എങ്കിലാണ് തികച്ചത്. ഒരു ഗ്ലാസ് പാലിൽ കടുമണി തൂക്കത്തിലെ വിഷമുണ്ട് ഒഴിവാക്കേണ്ടതാ ആഹാനിലെ. സ്വഹാബികളുടെ ഇജ്മാ മുഖേന നടപ്പിലാക്കപ്പെട്ട മുഴുവൻ കർമ്മങ്ങളെയും നിഷ്കരുണം തള്ളിക്കളയാൻ വഹാബി പൗരോഹിത്യത്തിന് യാതൊരു മടിയുമുണ്ടായില്ല. ഔലിയാക്കളിൽ ശ്രേഷ്ഠരായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ മുഹീദ്ദീൻ എന്നാക്കി മാറ്റുകയും ഔലിയാക്കളുടെ സരണിയെ അദ്വൈത സിദ്ധാന്തത്തോട് ഉപമിക്കുകയും ചെയ്ത വഹാബിസം എത്രമേൽ അപകടകരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. മക്കളില്ലാതെ ശ്രേഷ്ഠരാം സുമാനരും പുന്നാരനബിയുടെ 2 മക്കളെ സോദരും. അവരാൽ നടന്നൊരു വാക്ക് പോലും വിദഇയ മഹാനവറുകൾ ഇന്ദവും കൂറാക്കിയ. ചുരുക്കി പറഞ്ഞാൽ പുല്ലിലും തരം താഴ്ത്തല
നേതാക്കളധികം ചന്ദ്രമായി ചെറുതാക്കള കരം താഴ്ത്തി ഔലിയാക്കളെ മുഴുവൻ ഇവർ തീനെന്ന് മാറ്റി മറിച്ചു മുഹിയതീനവർ അദ്വൈതമത്രേ ചെയ്തിനുള്ള വാദമായി ആചയ്യ ശങ്കരനോട് തുലനം ചെയ്തു പോയി ജൂലായിലക്ഷം അൽമനാർ കാണേണ്ടതാ 980 നോക്കേണ്ടതാ അല്ലാഹു യുദ്ധം ചെയ്യുമിവരോടൊന്ന് ഖുദ്സി ഹദീസിൽ വ്യക്തമായി പറയുന്നു ഈ യുദ്ധമിൽ നീ തീർച്ചയായി മരിക്കുന്നതാ അതോടെ നിന്റെ മാനതും നശിക്കുന്നതാ ബുഖാരിയിൽ ഇത് വ്യക്തമായി പറയുന്നതാ ബാബുത്തവാവ് നോക്കതിൽ കാണുന്നതാ ഉലമാഇനെ തരം താഴ്ത്തലും ഇവർക്കുള്ളതാ അംവാത്ത് അഹിയാവും അതിൽ ഉൾപ്പെട്ടതാ നിനക്കുള്ള കോട്ടം ആദ്യമായി ചിന്തിക്കണം അന്യന്റെ മാംസം തിന്നലും സൂക്ഷിക്കണം നിനക്കുള്ള അമല് നാളെ അവനും നൽകണം ഇല്ലെങ്കിലോ അന്യന്റെ കുറ്റം കേൾക്കണം പരലോകമിൽ കൈവലഞ്ഞവൻ തന്നെയാ ഛേദം ഒടുക്കാൻ മാർഗമില്ലതു തീർച്ചയാ. സദാചാരത്തെ അനാചാരമാക്കലും അനാചാരത്തെ സദാചാരമാക്കലും വഹാബിസത്തിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മദ്ഹബുകൾ 4 പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ ഇന്ന് 4000-ലധികം മദ്ഹബുകളുടെ വിതരണക്കാരായി മാറിയത് ചരിത്രത്തിലൊരു കൗതുകം മാത്രം. നബിദിനാഘോഷവും ആണ്ടുനേർച്ചകളും അനിസ്ലാമികമെന്നലറി തെരുവുകളെ ഇളക്കിമറിച്ചവർ സലഫി ടെസ്റ്റും താലപ്പൊലിയുമായി രംഗത്ത് വന്നപ്പോൾ വിശ്വാസി സമൂഹം മൂക്കത്ത് വിരൽ വെച്ചുപോയി. മരണവീട്ടിലെ ഖുർആൻ പാരായണത്തിനും തഹ്ലീല് മജ്ലിസുകൾക്കുമെതിരെ കൊട്ടും കുരവയുമെടുത്തവർ തന്നെയാണ് നുണപറയൽ മത്സരങ്ങൾ നടത്തി റെക്സോണ സോപ്പുകൾ സ്വന്തമാക്കിയത്. വഹാബിസത്തിന്റെ ഇത്തരം മറിമായങ്ങളിലേക്കൊരെത്തിനോട്ടം. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ ചോദ്യം അറിയോ? ചോദ്യം ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരമില്ലല്ലോ. അതുകൊണ്ട് മൂപ്പര മറുപടി പറയോ ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ഇങ്ങനത്തെ മൗലിക ആഘോഷിക്കുക لأن الابتداء في الدين ليس مباحا بإجماع المسلمين. മതത്തില് അനാചാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം ലോകത്തെ ഏകകണ്ഠമായ തീരുമാനപ്രകാരം അനുവദനീയമല്ല തന്നെ. ഫലം നിർക്കയില്ല മക്രൂഹൻ ഔ ഹറാമൻ. അതിനാൽ മൗലികാഘോഷം ഒന്നുകിൽ വെറുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഹറാമായ കാര്യം. ولد نبينا محمد صلى الله عليه وسلم بوجه قال وأحسن منه ولا أحلى.
الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിൽ ഒരു തരത്തിലും എതിരല്ലെന്ന് പ്രമുഖ ഹദീസ് പണ്ഡിതനും മുജാഹിദ് നേതാവുമായ അബ്ദുസലാം സുല്ലമി പറഞ്ഞു. അതോ ഓണസദ്യ കഴിക്കുന്നത് തെറ്റല്ലെന്ന് അബ്ദുസലാം സുല്ലമി പറഞ്ഞു. ജില്ലാ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് ഓപ്പൺ ഫോറത്തിലാണ് ഈ സംബന്ധിച്ച് സദസ്സിലും ചോദ്യമുയർന്നത്. ഓണസദ്യ കഴിക്കുന്നതിൽ ഇസ്ലാമത്തിന് വിരോധമുണ്ടെന്ന ചില മുസ്ലിം കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനിടെയാണ് മുജാഹിദ് പണ്ഡിത നിലപാട് വ്യക്തമാക്കിയത്. 2006 മാതൃഭൂമി ഡിസംബർ 11 പുറത്തിറങ്ങിയ ആ പത്രത്തിൽ അത് കാണാം. അപ്പോ ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. ആരാ പറയുന്നത്? എന്നോ അവസാനത്തിൽ പറയുന്നത് നബിദിനത്തിന് ചോറ് തിന്നാൻ പറ്റില്ല. അല്ല, ഓണത്തിന്റെ ചോറ് തിന്നാൻ നബിദിനത്തിന് ചോറ് തിന്നാൻ പറ്റില്ല. അതെന്താണ് വ്യത്യാസം? അത് നെയ്ച്ചോറ് മറ്റേ സദ്യയാണെന്നുള്ള വ്യത്യാസം. ഭാഷ അറബിയെ മാറ്റുന്നതും
ഉറങ്ങുന്നതാണവർ ഭൗതിക സംസാരം കൊല്ലുന്നതോ തഹ്ലീലതെങ്കിൽ കുറ്റമാ നാവിന്റെയോക്കൾ മാത്രമെങ്കിൽ പുണ്യമാ. നബിയോരെ മാതൃകളൊന്നുമേ പറയേ കൂട്ടായിരുന്നത് ചെറുകൾ നീക്കല്ലേ. ഇതുപോലെ വേണ്ട കൂട്ടമായൊരു പ്രാർത്ഥന സുബഹിക്ക് വേണ്ട പോലൊട്ട് എന്നൊരു അർത്ഥന. ഓതല്ല മരണീട്ടുന്നു എന്നും പറഞ്ഞു മുടക്കി കാലത്തികളിന്നു. വിക്രം സലാത്തും മാറ്റി വെച്ച മുജാഹിദേ ഇതിലേക്ക് കൊണ്ടുവന്നത് പുതിയത്. സമ്മേളനത്തിൽ കളവു പാറകൾ മത്സരം ഇസ്ലാമിനും നാശത്തിനാണ് അവസരം. ഈ മത്സരത്തിനുള്ള സമ്മാനം ഇതാ സോപ്പും തെറ്റിയും ആണെന്നതാ. ഇതുപോലെ പലരും ഉള്ളതാ ഈ മാതിരി. മറ്റുവാസോ ഹന്നാസാണ് ഓ പാതിരി. സുബ്ഹാന റബ്ബി കലപിതാ പറയുന്നു നബിയോരെ ജാരം കള്ളമാണെന്നു. ഉച്ചൻകുട്ടി പിടിയിൽ വ്യക്തമായി പറയുന്നതാ ചെറിയ ഭരണം കിട്ടിയാൽ പോളിക്കുന്നതാ. മനപാഠമാക്കണം കുറ്റപാത്രം സാരവരും സൂക്ഷിക്കണേ ഉമ്മത്തു മുസ്ലിമാ മുഴുവനും. ഈ കുറ്റപാത്രം മലക്കുകൾ എഴുതുന്നു പരലോകമേനും കയ്യിലും ഏറ്റുന്നു. നീ എന്ത് മറുപടി അന്നു പറഞ്ഞു ഓർക്കണേ. നീ ഇജ്തിഹാദിൻ അർഹനല്ല മാറണേ. തത്മീതാണ് ചികിത്സയിൽ നീനക്കുള്ളത്. അതിലേറെ ഗൗരവമല്ലടി നീ വേണ്ടത്. നിനക്കുള്ള മറുപടി സമ്മതിക്കില്ല. അതുപോലെ മാനക്കും എതിരിക്ക് പോകയില്ല. പരലോകത്തിൽ തൗബയ്ക്ക് സ്ഥാനവുമില്ല. ഈ ലോകത്തേക്ക് മടക്കമോ ആരുമില്ല. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കുടിലതന്ത്രത്തിൽ നിന്നാണ് വഹാബിസത്തിന് ബീജാവാപം കിട്ടിയത്. ബ്രിട്ടീഷുകാരൻ ഹംഫറും
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ചേർന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ആദ്യമായി ഭിന്നിപ്പിന്റെ വിഷവിത്ത് പാകുകയായിരുന്നു. ശാഖാപരമായ കാര്യങ്ങളിലുള്ള തർക്കങ്ങളിൽ നിന്ന് മാറി അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് തർക്കങ്ങളെ വലിച്ചിടുവാൻ കഴിഞ്ഞതോടെ മുസ്ലിം സംഘശക്തി പലതായി ചിന്നിച്ചിതറുകയും നിത്യകലഹങ്ങളുടെ കൂടാരമായി മാറുകയും ചെയ്തു. എന്നാൽ വഹാബിസം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് തങ്ങൾ ഐക്യസംഘക്കാരാണ് എന്നാണ്. ഈ വൈരുദ്ധ്യാധിഷ്ഠിത വഹാബി പ്രചരണം ഒന്ന് കാണുക. തന്ത്രം കേൾക്കുക ഒന്നാമതായി സഹസുക്കളെ തരം താഴ്ത്തല സൗഹീദിനായി ഉണ്ടക്ക് പറ്റി മൂലതാവിയുന്നു സ്വാഭാവികം വായുന്നു തർക്കം മുതൽ മഹത്തുക്കളിൽ മതിപ്പില്ല അതുകൊണ്ട് തന്നെ മതത്തിലും ഉറപ്പില്ല കയറി കുറിച്ച് സംസറിഞ്ചതിലുള്ളതാ ഇംഗ്ലീഷ് അറബി ഉറുദുവിൽ അത് വന്നതാ ഈ ഭിന്നിച്ചാരന്മാരതാ എത്തുന്നു ഭിന്നിപ്പിനായി ആലോചന നടക്കുന്നു മുസ്ലിം അതിന്റെ സംഘശക്തി നശിക്കണം അതിനായി പുത്തൻ ആശയങ്ങൾ കാണണം ഖിലാഫ് രണ്ട് തരത്തിലായിട്ടുള്ളതാ അടിസ്ഥാനമായും ശാഖയായും ഉള്ളതാ ശാഖാപരം റഹ്മത്തതാണ് പൊന്ന് അടിസ്ഥാന തർക്കം ശാപകാരണം തന്നെ മാതാഹിബിന്റെ ഖിലാഫ് രണ്ടിൽ കാണണം തക്ഫീറതാണ് അപകടത്തിന് കാരണം കമ്മിറ്റിയിൽ കയറി പതുക്കെ നിന്നതാ തുന്നിയ മദ്രസ പള്ളിയും തട്ടുന്നതാ നിനക്കന്യ പള്ളികളെന്തിനാ നീ നോക്കണം പുതിയാശയത്തിന് പള്ളി വേറെ കാണണം ഇന്നിപ്പിനാണത് മാർഗമായിട്ടുള്ളത് നിർബന്ധമായി ഒഴിവാക്കലാണത് വേണ്ടത് കേസെങ്കിലാണീ പൈസയും ചിലവാക്കണം ഒരു പള്ളിക്കായി രണ്ടിന്റെ പണം ഒഴിവാക്കണം ഇതുപോലെ രണ്ടു വിഭാഗവും വേണ്ടുന്നതാ അവസാന ചിലവ് 4 പള്ളിക്കുള്ളതാ രണ്ടു വിഭാഗം സമയവും നഷ്ടത്തിലായി നിയമത്തും പ്രസാദ് കലഹം നിത്യമായി ഹിന്ദിയ സമ്പത്തും വിഴുങ്ങൽ നല്ലതാ എന്നുള്ള വിശ്വാസം അവർക്കുള്ളതാ മുൻകാലമേ ഇത് ചെയ്തു തോന്നിട്ടുള്ളതാ താരീഖുനാൽ തെറ്റിലായി പറയുന്നതാ ഇത് വിശ്വസിച്ച് ഐക്യവും പറഞ്ഞാല് ഒന്നായി നീക്കൽ എന്നുമേ മുഹാല് ഐക്യം പറഞ്ഞു മുജാഹിദാക്കൾ തന്ത്രമാ ഇവർക്കുള്ള അസുലും ആദ്യമൈക്യ സംഗമാ മുസ്ലിം വിരോധികളുടെ ചെരുപ്പ് നക്കിയും ദാസ്യവേല ചെയ്തും യജമാനഭക്തി പ്രകടിപ്പിച്ച വഹാബികൾക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം സമുദായമധ്യേ ചുടുചോരയുടെ നീർച്ചാലുകൾ തീർക്കാനാണ് അവർ ശ്രമിച്ചത്. ശിർക്കിന്റെ സംഹാരത്തിനും തൗഹീദിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി പൗരോഹിത്യ ലോഹയണിഞ്ഞിറങ്ങിയ വഹാബി പാതിരിമാർ കൊന്നൊടുക്കിയ മനുഷ്യജന്മങ്ങൾക്കോ തകർത്തെറിഞ്ഞ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കോ കയ്യും കണക്കുമില്ല. ഇസ്ലാമിലുണ്ടോ അങ്ങനെ കാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും പൊളിച്ചു കളയാനാണ് ഇസ്ലാമിന്റെ കൽപ്പന. പൊളിച്ചു കളയാനാണ് ഇസ്ലാമിന്റെ കൽപ്പന.
നീ തെറ്റാണെന്നും യാതൊരു മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഇനി മാത്രം ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയുടെ ഖബർ കുടിച്ചിട്ടില്ല. ആ ഖബറുകളെ ചുറ്റുമുള്ള വീട് പോലെ വിളിപ്പിക്കുകയും അതിന്റെ മൂന്നത്തെ ആളുകൾ കഷ്ടപ്പെട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത് അത് പൊളിച്ചു കളയാൻ ഗൗരി ഗവൺമെന്റിനെ പരിഗണിച്ചാൽ മാത്രം ഇൻഷാ അല്ലാഹ് കേരള വിജയത്തിൽ വിചാരിക്കുന്ന ഗൗരിയുടെ മരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ കഷ്ടപ്പെട്ട തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറിനെ സൈനിക്ക് പുറത്താക്കിക്കൊണ്ട് അച്ഛനെ നിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ കഷ്ടപ്പെട്ട തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറിനെ സൈനിക്ക് പുറത്താക്കിക്കൊണ്ട് അച്ഛനെ ഇമാമുകൾ ഒന്നിച്ചാതിനും ചിന്തയെ ശിക്ഷിച്ചിടന്നു തിരിച്ചിടുന്നു ബുദ്ധിയെ ആവശ്യമില്ല കാര്യമിൽ ചിന്തിച്ചു ഉലമാ ഉമ്മത്തിന്റെ ശ്രദ്ധ തിരിച്ചു അത് കാരണം മുസ്ലിം ഹൗക്കുമാനിലച്ചു മുന്നോട്ടു കാരക്കം പിന്നിലേക്ക് കുതിച്ചു ഇതിനാലിവർക്കും ലക്ഷ്യമുള്ളത് തന്ത്രമാ ശത്രുക്കളെ സഹായിക്കൽ കുതന്ത്രമാ രാഷ്ട്രങ്ങളൊക്കെ ഗവേഷണം നടത്തുന്നതായി ആകാശലോകത്തെ തേടും നീളുന്നതായി മുസ്ലിംകളോ തർക്കത്തിനാലവരത്തി ജാരം പോളി റൗല പോടി വരെയെത്തി ഏതെങ്കിലും രാഷ്ട്രത്തിനോ ജയം ചീട്ടുവാൻ മുസ്ലിംകളെ കൊല്ലൽ വഴി അതിലേടുവാൻ തലത്തിന്റെ നേട്ടം നോക്കൂ നാട്ടം ബോംബ മറ്റുള്ളവർക്കോ കൂട്ടൻ ആറ്റം ബോംബ പിൽക്കാലത്തിൽ തന്നെ മാറ്റിമറിച്ചവർ അവരാണ് മുസ്ലിം ഐക്യമാകെ തകർത്തവർ ഈ കുറ്റപാത്രം വീണ്ടും വീണ്ടും കേൾക്കണേ ദയവായി ശീക്കാവാതെ നീ ചിന്തിക്കണേ ഏതോ വീടൽ ഭിന്നിച്ചിരുന്നാൽ പിന്നെ നഷ്ടപ്പെടുന്നു നമുക്ക് എല്ലാം തന്നെ ജനത്തായിട്ടുള്ള നിസ്താരത്തിന് 27 പ്രതിഫലം ഐക്യത്തിന് ഐക്യത്തിലാണ് പ്രതാപമെല്ലാം ഉള്ളത് ഭിന്നിച്ചിരുന്ന നഷ്ടമ ചെയ്യുന്നത് ചെറുകരുത്തൻ കൂട്ടമേയവൾ കയറുകൾ ഭിന്നിച്ചിരുന്ന ശരണില്ലത് നാരുകൾ പരലോകമോക്ഷം ഇല്ല എങ്കിൽ പിന്നെ ദുനിയാവ് കൊണ്ടൊരു ഫലവുമില്ല പൊന്ന് മുറുകാന് ചിന്തിച്ചപ്പോഴത്തിനില്ല എങ്കിൽ കടം വാങ്ങാം അടക്കയുമില്ല അപ്പോൾ നോക്കുമ്പോൾ നൂറതുമില്ല പിന്നല്ലേ പോലെ ചിന്തിക്കാനതുമില്ല മുജത്ത് ഖുർആൻ പിന്നെ തൊട്ടുമില്ല പിന്നല്ലേ ഫിഖ്ഹ് നഹ്വ് മൻതിഖുമില്ല. അറിവിന്റെ അക്ഷയഗലിയായ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് മുസ്ലിംകൾ. വിവര സാങ്കേതിക വിദ്യാമേഖലയിൽ മുസ്ലിംകളെ വെല്ലുവാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. സ്പെയിനിന്റെയും കോർഡോവയുടെയും ഇന്നലകൾ അതാണ് വിളിച്ചോതുന്നതെങ്കിൽ ആധുനിക മുസ്ലിം ശക്തി മുഴുവനും ചിലവഴിക്കുന്നത് ആഭ്യന്തര തർക്കങ്ങളിലും പരസ്പരം ശിർക്കാക്കലുകളിലും സംവാദങ്ങളിലുമാണ്. തർക്കങ്ങളുടെ അപ്പക്കഷ്ണങ്ങളിൽ നമ്മൾ കടിപിടികൂടി കാലം തീർക്കുമ്പോൾ ഓർക്കുക, ജൂത സയനിസ്റ്റുകൾ പുത്തൻ ആയുധങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനും ഇറാഖും അങ്ങനെ ഓരോ മുസ്ലിം രാഷ്ട്രവും തകർക്കപ്പെടുമ്പോൾ വഹാബിസം പുതിയ ഗവേഷണം നടത്തുന്നത് റൗള പൊളിക്കുവാനുള്ള ആയത്തിനു വേണ്ടിയാണ്. നമ്മൾ തർക്കിച്ചു തീരുമ്പോൾ ശത്രുക്കൾക്ക് തല്ലിക്കൊല്ലാൻ വളരെ എളുപ്പമാണ്. വഹാബിസത്തിന്റെ കടന്നുവരവിലൂടെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച അപജയവും ശത്രുക്കളുടെ മുന്നേറ്റങ്ങളും
വിശദീകരിക്കുന്ന വഹാബിസത്തിനെതിരെയുള്ള കുറ്റപത്രമാണ് കവി ഇവിടെ വിവരിക്കുന്നത്. ഈ കുറ്റപത്രം എല്ലാ കവലകളിലും ചർച്ച ചെയ്യുക, വഹാബിസത്തെ ജനകീയ കോടതിയിൽ പരസ്യമായി വിചാരണ ചെയ്യട്ടെ.